മേപ്പാടിയെയും ചൂരൽമലയെയും മുണ്ടക്കയത്തെയുമെല്ലാം തകർത്തെറിഞ്ഞ ഉരുൾപൊട്ടലിൽ സർവ്വതും ഉപേക്ഷിച്ച് ജീവനുവേണ്ടി പാഞ്ഞവർക്ക് അഭയകേന്ദ്രമായത് ചൂരൽമല സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയായിരുന്നു. പുലർച്ചെയുണ്ടായ ഉരുൾപൊട്ടലിൽ ജീവൻ ബാക്കിയായവർക്ക് ആദ്യം അഭയമായത് ഈ പള്ളിയും പാരിഷ് ഹാളുമാണ്. അപകടം നടന്ന ഉടനെ തന്നെ പള്ളിയിലും പാരിഷ് ഹാളിലുമാണ് എല്ലാവരെയും രക്ഷാപ്രവർത്തനം നടത്തി എത്തിച്ചത്. ഇടവകാംഗങ്ങളായ 9 പേർക്കാണ് ജീവൻ നഷ്ടമായത്. 7 പേരുടെ മൃതദേഹം മാത്രമാണ് കണ്ടെടുത്തിട്ടുള്ളത്. സാധാരണയായി ഞായറാഴ്ച ആഘോഷപൂർവമായ കുർബാനയാണ് നടക്കുന്നതെങ്കിൽ ഇന്നലെ ചൂരൽമല ദേവാലയത്തിൽ അർപ്പിച്ചത് മരിച്ചവർക്ക് വേണ്ടിയുള്ള വിശുദ്ധ കുർബാന അർപ്പണമായിരുന്നു. ബലിപീഠത്തിന് മുന്നിൽ 9 പേരുടെയും ഒട്ടിച്ച ഫോട്ടോ പ്രതിഷ്ഠിച്ചിരുന്നു. അവരെ അനുസ്മരിച്ച് ബലിയർപ്പണത്തിനു ശേഷം പുഷ്പാർച്ചനയും നടത്തി. തുടർന്ന് സെമിത്തേരിയിൽ ഒപ്പീസ് ചൊല്ലി പ്രാർത്ഥിക്കുകയും ചെയ്തു. നേരത്തെ ദുരന്തമുണ്ടായപ്പോൾ ഉറ്റവരെയും ജീവിത സമ്പാദ്യവും പ്രകൃതി തിരികെ എടുത്തപ്പോൾ ജീവൻ കയ്യിൽ പിടിച്ചെത്തിയ 200ഓളം പേരാണ് പള്ളിയിൽ അഭയം തേടിയത്. പിന്നീട് സർക്കാർ സംവിധാനങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിച്ചതിനു ശേഷമാണ് ദുരിതബാധിതരെ അങ്ങോട്ട് മാറ്റിയത്. വൻ ദുരന്തത്തിൽ ചൂരൽമല വില്ലേജ് ഓഫീസ് ഉൾപ്പെടെ വെള്ളത്തിൽ മുങ്ങിപ്പോയിരുന്നു. വോക്സ് ന്യൂസ് ബ്യൂറോ, വയനാട്.